ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ ഏച്ചിയും കൂടി ഒന്ന് വലിയച്ഛൻ്റെ വീട്ടിലേക്ക് പോയിന്ന്. ആടെ ഏച്ചിയും പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ആടെ എത്തിയപ്പോൾ ഏച്ചി തേങ്ങ ചിരക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ പരിപാടി, എന്നാ ഫുഡ് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ഏച്ചി പറഞ്ഞു ഇന്ന് സാമ്പാറാണ്, ഇന്ന് വ്രതമല്ലേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഏച്ചിയും കൂടി സാമ്പാർ ഉണ്ടാക്കാൻ പോയിന്ന്. വറുത്തരച്ച് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഉരുളി വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പം നേരത്തെ ഏച്ചി ചിരകുന്നുണ്ടായ തേങ്ങയില്ലേ, ഇനി തേങ്ങ അതിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിനി എണ്ണ ഒന്ന് ചൂടായിക്കുമ്പം ആ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഇടാം. അതിന് മുന്നേ കുറച്ച് ഉള്ളി ഇടണം കേട്ടോ. അപ്പോൾ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം അത് മൂക്കുന്ന വരെ നല്ലോണം ഒരു ബ്രൗൺ കളറാവില്ലേ, അതുവരെ ഇതാ ഇങ്ങനെ വാട്ടിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില അതിലിടാം ടേസ്റ്റിന് വേണ്ടി. അങ്ങനെ അത് വിട്ട് അപ്പം ബ്രൗൺ കളറായില്ലേ തേങ്ങ, അപ്പം കുറച്ച് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. അപ്പോൾ അത് മൂന്നും ഇട്ടിട്ട് അതിൻ്റെ ആ പൊടികളെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വയറ്റിക്കൊണ്ട് കൊടുക്കണം. അറ്റ് ലാസ്റ്റ് അത് വയറ്റി ഇതാ. അപ്പോൾ ഒന്ന് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ആ നേച്ചി പറഞ്ഞത് ഫ്രിഡ്ജിൽ വത്തക്ക ഉണ്ടെന്ന്. അപ്പോൾ അവിടെ ഫ്രിഡ്ജ് തുറന്ന് വത്തക്ക എടുത്ത് വത്തക്ക മുറിച്ച് തിന്നാൻ പോലായി. അപ്പോൾ ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻ്റ് എല്ലാം വേണ്ട നമുക്ക്. അങ്ങനെ ഇതാ എല്ലാവരും വത്തക്ക തിന്നിട്ട് തിരക്കിലാണ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ നേരെ ജിംറൂട്ടനാണ് ഫസ്റ്റ് കൊടുത്തത്. ജിംറൂട്ടൻ വലുത് നോക്കി എടുക്കുന്നത്, അവന് ഭയങ്കര ഇഷ്ടമാണ് വത്തക്ക. പിന്നെ ഞാനും തിന്നു. വത്തക്ക നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങയില്ലേ, ഇനി അതൊന്ന് മിക്സിയിലെടുത്ത് അരച്ചെടുക്കണം നമ്മൾ. അരച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പം നേരത്തെ ഏച്ചി വേവിച്ച് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിലേക്ക് പച്ചക്കറി, അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിക്കണം. അപ്പം എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി ഗ്യാസിൽ വെക്കുക. നല്ലോണം ഇളക്കി സെറ്റാക്കുക. ഇനി നല്ലോണം തിളച്ച് വരണം. ഇനിയും കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സാമ്പാർ ഏകദേശം സെറ്റായി. നമ്മളെ സാമ്പാർ തിളപ്പ് കണ്ട ഇതാ തിളച്ച് വരുന്ന കണ്ട നല്ല രസമില്ലേ തിളപ്പുന്ന. ഞാനൊന്ന് സ്ലോ മോഷനെല്ലാം ഇട്ട് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പണിയുണ്ട്. അതിലേക്ക് നമ്മൾ താളിച്ചിട്ട് ഒഴിക്കണം. അതായത് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും പൊട്ടിച്ചിട്ട് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇടണം കേട്ടോ അതിലേക്ക്. അങ്ങനെ അത് വിട്ടിട്ട് ഇനി നേരെ ആ സാമ്പാറിലേക്ക് നമ്മൾ ഈ സംഭവം ഒഴിക്കും, താളിച്ചത് ഒഴിക്കും. നമ്മളെ നാട്ടിലെല്ലാം താളിച്ചതെന്നാണ് പറയല്ലേ. താളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സാമ്പാർ സെറ്റായി. അപ്പം ഇനി ഫുഡ് അടിയാണ് പ്രധാനം. വ്രതമായത് കൊണ്ട് തന്നെ മീനൊന്നുമില്ല, ഭയങ്കര വിഷമമുണ്ട്. എന്നാലും സാമ്പാറും പപ്പടും അച്ചാറും ഉപ്പേരിയെല്ലാം കൂട്ടിയിട്ട് ഇന്നത്തെ ഫുഡ് കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.